പുതിയ സ്ഥാനാർത്ഥിയെക്കുറിച്ച് എന്താ അഭിപ്രായം? പുതിയ സ്ഥാനാർത്ഥി കുറ്റിച്ചിറ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗ്ലാമറായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. ഇവിടുത്തെ ജനങ്ങൾ ഒന്നടങ്കം ഒരുപക്ഷെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ സ്വീകരിക്കും എന്നുള്ള ഉത്തമ വിശ്വാസമാണുള്ളത്. അതിനുള്ള ഒരു പ്രതികരണമാണ് സ്ഥാനാർത്ഥി വോട്ടർമാരുമായി അഭിമുഖീകരിക്കുമ്പോൾ ലഭിക്കുന്നത്. തീർച്ചയായും വലിയ രീതിയിൽ തന്നെ വിജയം കരസ്ഥമാക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇപ്പോൾ പിന്നെ ഫാത്തിമ തന്നെ പറഞ്ഞ പോലെ കോർപ്പറേഷനും കൂടി ഭരണം കൂടി കിട്ടിയാലേ കുറേ കൂടി അല്ല വികസനങ്ങൾ കുറ്റിച്ചിറയിൽ കൊണ്ടുവരാൻ കഴിയും. ഈ വികസന കാര്യങ്ങളിൽ ഉപരി നഗരത്തിൻ്റെ പൊതുവായുള്ള താല്പര്യങ്ങൾ, പൊതുവായുള്ള മാറ്റങ്ങൾ, മുഖച്ഛായ മാറാന്ന് പറഞ്ഞില്ല, മുഖച്ഛായ മാറണമെങ്കിൽ ഈ സമൂലമായ മാറ്റം വരണമെങ്കിൽ തീർച്ചയായും ഭരണകൂടത്തിൻ്റെ അല്ലെങ്കിൽ ഭരണസമിതിയുടെ മാറ്റം ആവശ്യമാണ്. അതിനുള്ള തയ്യാറെടുപ്പ് 76 വാർഡുകളിലും ഉണ്ട് എന്നുള്ള ഉത്തമ വിശ്വാസമാണ്. രാഷ്ട്രീയമായും ജനങ്ങൾ ഈ കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചു എന്നാണ് നമുക്ക് ഓരോ ചലനങ്ങളിലൂടെയും മനസ്സിലാക്കാൻ കഴിയും. ഈ ഒരു തെരഞ്ഞെടുപ്പ് കോഴിക്കോടിൻ്റെ വികസന കുതിപ്പിന് വലിയ ആക്കം കൂട്ടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും കുറ്റിച്ചിറ വാർഡ് മാത്രമല്ല കോർപ്പറേഷൻ തന്നെ പിടിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് UDF. അതിനുള്ള ഒരു ആവേശമായി, അതിനൊരു പ്രവേഗമായി ശരിക്കും ഫാത്തിമ തങ്ങളുടെ സ്ഥാനാർത്ഥി തന്നെ മാറും എന്നുള്ള പ്രതീക്ഷയാണ് മുതിർന്ന നേതാക്കൾ വരെ പങ്കുവയ്ക്കുന്നത്. ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1 കോഴിക്കോട്.